നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. ആന്റോ ആന്റണിയെ ട്രോളിക്കൊന്ന മന്ത്രി വീണ ജോർജ്. മിസ്റ്റർ ബീമിൻ്റെ മീമാണ് ഇതിനായി വീണ ജോർജ് ഉപയോഗിച്ചത്. ഫേസ്ബുക്കിലൂടെയായിരുന്നു വീണ ജോർജിൻ്റെ കണക്കറ്റ പരിഹാസം. പ്രസ് ക്ലബ് തെരഞ്ഞെടുപ്പ് സംവാദത്തിനിടയിലെ ആരോപണത്തെ ചൊല്ലി ആന്റോ ആന്റണി എംപിയെ ട്രോളി മന്ത്രി വീണ ജോർജ്. എംപിയെ ട്രോളാൻ ഉപയോഗിച്ച അതേ ചിത്രങ്ങൾ തന്നെ ഉപയോഗിച്ച് മന്ത്രിയെ തിരിച്ചു ട്രോളി കോൺഗ്രസ് പ്രവർത്തകർ. മറുപടിയുമായി എംപി. സമൂഹ മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ് വാക്പോരുമായി LDF UDF പ്രവർത്തകർ. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി, LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക് എന്നിവർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച സംവാദത്തിൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്തിരുന്നു. പൂക്കോട് ക്യാമ്പസിലെ സിദ്ധാർത്ഥന്റെ മരണത്തിലെയും കേരള സർവകലാശാല യുവജനോത്സവത്തിലെ വിധികർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിലെയും SFIയുടെ പങ്ക് ആന്റോ ഉന്നയിച്ചപ്പോൾ ക്യാമ്പസുകളിൽ രക്തസാക്ഷികളായ KSUക്കാർ ആരുമില്ലെന്നായിരുന്നു ഐസക്കിന്റെ മറുപടി. ആ പട്ടികയുമായി ഇതേ വേദിയിൽ നാളെ താൻ വാർത്താ സമ്മേളനം നടത്തുമെന്നും ആന്റോയും തിരിച്ചടിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് മന്ത്രി വീണ ജോർജ് ഇന്നലെ ഉച്ചയോടെ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇട്ടത്. പത്തനംതിട്ട ക്ലബിലെ മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ ഒരു ദിവസത്തിനകം ലിസ്റ്റുമായി വരാമെന്ന് പറഞ്ഞ ആന്റോ ആന്റണിയെ കാത്ത് പത്തനംതിട്ടക്കാർ. കാത്തിരിപ്പിന്റെ മൂന്നാം നാൾ. കോമിക് സീരീസ് കഥാപാത്രമായ മിസ്റ്റർ ബീൻ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനിടെ ഉറങ്ങിപ്പോകുന്ന ചിത്രങ്ങളുടെ സീക്വൻസും ചേർത്തായിരുന്നു ട്രോൾ. നിമിഷങ്ങൾക്കകം അതേ ചിത്ര സീക്വൻസ് തന്നെ ഉപയോഗിച്ച് 8 വർഷമായി കോഴഞ്ചേരി പാലവും ഹൈടെക് ബസ് സ്റ്റാൻഡും നോക്കി നിൽക്കുന്ന പത്തനംതിട്ടക്കാർ അടക്കമുള്ള കമന്റുകൾ കോൺഗ്രസ് പ്രവർത്തകരും പോസ്റ്റിന് താഴെ നിരത്തി. വൈകാതെ തൃശൂരിലെ ഫ്രാൻസിസ് കരിപ്പ, കണ്ണൂരിലെ സജിത് ലാൽ, ഗോവിന്ദൻ, ആലപ്പുഴയിലെ പത്മരാജൻ, മട്ടന്നൂരിലെ ഷുഹൈബ്, പെരിയയിലെ കൃപേഷ്, ശരത് ലാൽ അടക്കമുള്ളവർ വരെ KSU സംഘടനാ പ്രവർത്തനത്തിന്റെ പേരിൽ SFIയുടെ കൈകളാൽ കൊല്ലപ്പെട്ടവരാണെന്നും ഭാഗ്യം കൊണ്ട് മാത്രം കൊല്ലപ്പെടാത്ത ആയിരക്കണക്കിന് പ്രവർത്തകർ KSUവിനുണ്ടെന്നും സിദ്ധാർത്ഥൻ മരിച്ചപ്പോൾ മൗനം പാലിച്ച ആളാണ് മന്ത്രി വീണ ജോർജ് എന്നുമുള്ള പോസ്റ്റുമായി ആന്റോയും രംഗത്തെത്തി. 2 ദിവസത്തിനു ശേഷവും ആന്റോ ആന്റണി വാഗ്ദാനം പാലിക്കുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് താനെന്നുള്ള സമൂഹ മാധ്യമ വീഡിയോ പിന്നാലെ തോമസ് ഐസക് കൂടി പങ്കുവച്ചതോടെ LDF UDF സൈബർ പോര് രൂക്ഷമായി. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.